നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ജെൻസി പിള്ളേരെ എപ്പോഴും കോവിഡ് ടൈമിൽ സ്റ്റക്കാണ് അല്ലേ? അതെ, നമ്മുടെ ചിന്തകൾ അവിടുന്ന് അങ്ങോട്ട് മാറിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കുക. എന്നിട്ടില്ല, കോവിഡിന് മുമ്പ് വരെ അങ്ങനെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴോ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മില്ലേനിയൽസ് വലിയ ടീമായിരുന്നു. നമ്മൾ അവിടെ സ്റ്റക്കായി പോയി. വെച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ ആൽഫ ബീറ്റ വാസ്കോ ഗാമ ടീംസ് ഉണ്ടല്ലോ, അവരെ കണ്ടു കഴിഞ്ഞാല് നമ്മളെക്കാളും പ്രായം തോന്നി. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഗ്രൗണ്ടിൽ പോയപ്പോ കുറെ ടീംസ് അവിടെ നിന്ന് ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്നുണ്ട്. ഒരു ബോൾ എന്റെ നേരെ പാഞ്ഞു. അപ്പൊ അവിടെ നിന്ന് വെച്ചൊക്കെ ഞാൻ കണ്ടല്ലോ, നമ്മള് ബോള് തട്ടിക്കൊടുക്കാൻ പോവാ. കൊച്ചിറക്കനാന്ന് തോന്നുന്നു. കണ്ടു കഴിഞ്ഞാൽ കൊച്ചിറക്കനൊന്നും അല്ല. അവിടെ നിന്ന് ഒരുത്ത Can you please pass the ball, uncle? Can you please pass the ball, uncle? Now cool it, mama. ചുറ്റിനും നോക്കി, ആർക്കും ഒരു മൈൻഡ് ഇല്ല, ആരും റിയാക്ട് ചെയ്യുന്നില്ല. Why? Because there is nothing unusual about it. അങ്ങനെ വിളിക്കുന്നതാണെന്ന് ഇത്ര വയസ്സ് കഴിയുമ്പോൾ അങ്ങനെ വിളിക്കാം എന്നെവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? വിളിക്കണമെങ്കിൽ അവന്റെ അമ്മയുടെ അവന്റെ മാതാശ്രീയുടെ അനിയനെയോ ചേട്ടനെയോ ഒക്കെ വിളിക്കട്ടെ. നോ പ്രോബ്ലം, അങ്ങനെ വിളിച്ചൂടെ? എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്കിൾ എന്ന് വിളിക്കണമെന്ന്? ഇത്ര വയസ്സ് കഴിഞ്ഞവർ അങ്കിൾ, നോ ബ്രോ, ഡ്യൂഡ് എന്നൊക്കെ വിളിച്ചൂടെ? അങ്കിൾ വൈ? ഞാൻ അവന്റെ ആരാ? കളപ്പന്ന്. ഞാൻ ബോൾ തട്ടിക്കൊടുത്തില്ല, അങ്ങോട്ട് തട്ടി എന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് ടീമുണ്ടേ, അത്ര വെടിപ്പൊന്നും അല്ല. യുനോ, കടുകുമണി ഡിദ്ദ മതി, തലതുള്ളി പെരുവെള്ളം എന്നല്ലേ. സോ ഞാൻ അതങ്ങ് ലീവ് ചെയ്തു. ബോദർ ചെയ്തില്ല, അവോയ്ഡ് ചെയ്തു വിട്ടു ഞാൻ. വിചാരിക്കും ഞാൻ ആ ബോൾ തട്ടിക്കൊടുക്കുന്നല്ലേ. ഞാൻ അങ്ങനെ വെച്ചിട്ട് തിരിഞ്ഞാറേ.